ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിൽ 16 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. സിക്കാറിലെ സമറിയാക്കാരി സ്ത്രീയെ രക്ഷിക്കുവാനായിട്ട് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് അണയ്ക്കാൻ അവളെ കൈപിടിച്ച് തന്നോട് ചേർക്കാൻ ഒരു നല്ല ദൈവം അത്യുച്ചനെടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ നല്ല പേരില്ലാത്ത അവരിറങ്ങുന്ന പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ഒന്നും പുറത്തിറങ്ങാൻ ധൈര്യം കാണിക്കാതിരുന്ന ഉച്ചയ്ക്ക് ആൾക്കാരില്ലാത്ത സമയം നോക്കി കിണറ്റിൻകരയിലെത്തുക. പക്ഷേ ആ കിണറ്റിൻകരയിലേക്കുള്ള യാത്ര അവളുടെ രക്ഷയായിട്ട് ഭവിക്കുന്നു. ജീവിതത്തിന്റെ കുറവുകളും ബലഹീനതകളും അവളോട് തുറന്നു പറഞ്ഞപ്പോൾ മാറ്റേണ്ടതും തിരുത്തേണ്ടതും ആവശ്യമാണ്. അത്ഭുതകരമായ വെളിപ്പെടുത്തലിലൂടെ അവളുടെ പാപവഴികളെ ഈശോ തുറന്നു വെച്ചപ്പോ അവളെ പറഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ സമറിയാക്കാരുടെ ഉള്ളിലുള്ള ഒരു ദോഷം അവള് വെളിപ്പെടുത്തി. യഥാർത്ഥ ആരാധന സ്ഥലം ജെറുസലേമാണെന്ന് ഇത് പറയും. ഞങ്ങള് ഈ മലയിലാണ് ആരാധിക്കുന്നത്. ഒന്നുമല്ല, യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ് നടക്കേണ്ടത് എന്ന് വൈവിധ്യമായ രാജ്യങ്ങളിലുള്ള യഹൂദർക്ക് മറ്റനേകം ജനതകൾക്ക് വേണ്ടിയിട്ട് താൻ അയക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. കാരണം ആത്മാവ് ശരീരമുള്ള ആത്മാവാണ്. ഈ ഒരു തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയെ നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പ്രത്യേക ദേവാലയത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിശുദ്ധന്റെ ദേവാലയത്തിൽ, ഏതെങ്കിലും ഒരു അത്ഭുതമോ അടയാളമോ നടന്ന ദേവാലയത്തിൽ, പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തപ്പെട്ട ദേവാലയത്തിൽ, അങ്ങനെ പേര് പറഞ്ഞ് കേരളത്തിലും ലോകത്തിന്റെ വിവിധ അവിടെ ഒരു സന്ദർശനത്തിന് പക്ഷെ അവിടെയാണ് യഥാർത്ഥ ആരാധന നടക്കുന്നത്, വേറെങ്ങുമല്ല എന്ന് പറഞ്ഞ് ചില സ്ഥാനങ്ങളെ നമ്മൾ വേർതിരിച്ച് നിർത്തുന്നു. നമ്മുടെ ഇടവക ദേവാലയത്തിലാണ് എങ്കിൽ പോലും എന്നും വരാൻ പറ്റാത്ത അനേകങ്ങൾ അവരൊന്നും ശരിയല്ല, പള്ളിയിൽ പോകുന്ന ജീവിതശൈലി എന്നൊന്നും ദേവാലയത്തിലേണ്ടതാണ്. പള്ളി ഇടവക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു ദേശത്തെ ആത്മീയമായി ഉണർത്തുവാനും അവരെ വിശ്വാസ ചൈതന്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സഭ ദേവാലയം എന്നൊക്കെ പറയും. അവിടെ തീർച്ചയായിട്ടും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് ആവശ്യമായ പ്രബോധനങ്ങൾ ലഭിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അവരെ ചേർത്തുള്ള സംവിധാനങ്ങൾ ലഭിക്കുകയും അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ വരുമാനം ഇടവക സംഭാവനകള് സമാഹരിച്ചെന്ന് വരും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചേർന്നാണ് നമ്മുടെ ഇടവകകൾ ആരാധന എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ദേവാലയത്തെ അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് ദൈവത്തെ കണ്ടെത്തലാണ്, തിരിച്ചറിയലാണ്, കണ്ടുമുട്ടലാണ്. ഇവിടെ നമുക്ക് ആ ഒരു യാത്ര അനിവാര്യമായിരുന്നു. പലപ്പോഴും അവിടെ മാത്രമാണ് യഥാർത്ഥ പ്രാർത്ഥന, ആരാധന നടക്കുന്നത്. ചില കേന്ദ്രങ്ങളെ കുറിച്ച് പറയാന് നമുക്കൊക്കെ ഭയങ്കര നാമം. വ്യക്തിയിലും സംലഭ്യമാണെന്നും ദൃശ്യമാണെന്നും തിരിച്ചറിയാനുള്ള വലിപ്പം നമുക്കുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ ചട്ടക്കൂടുകൾ വേണ്ടെന്നോ തീർത്ഥാടനം വേണ്ടോ എന്നോ ഒന്നും അച്ഛൻ പറഞ്ഞില്ല.
പരിശുദ്ധാത്മാവിനെ നാം കണ്ടെത്തേണ്ടത് ഒരു ദേവാലയത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രമല്ല, ദേവാലയത്തിലായിരിക്കുമ്പോൾ പോലും ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ഓരോ വ്യക്തിയെയും, ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയും നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് ലിയോ ബാബായി അടുത്ത കാലത്ത് നമ്മളെ ഓർമ്മിപ്പിച്ചല്ലോ, യേശുവാകുന്ന ഏക മധ്യസ്ഥനിലൂടെ ദൈവത്തിലേക്ക് നീങ്ങുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം. അതിനവരെ സഹായിക്കൽ മാത്രമാണ് വിശുദ്ധരുടെ ഒക്കെ റോള്. അത് മറന്ന് വിശുദ്ധരെ ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് തിരുത്താനേറെയുണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ പറഞ്ഞത്. അതുകൊണ്ട് ഗൗരവത്തോടെ നമുക്ക് ഇന്നത്തെ തിരുവചനം ഉൾക്കൊള്ളണം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമേ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും